നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിനിടെ പുത്തരിക്കണ്ടത്തെ വേദി ഒരു മനോഹരമായ നിമിഷത്തിനും സാക്ഷിയായിന്ന്. സദസ്സിൽ നിന്ന് ഉയർത്തിക്കാട്ടിയ ഒരു ചിത്രവും പുസ്തകവും സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിട്ട മോദി വാങ്ങി. തന്റെ ചിത്രം വരച്ച വിദ്യാർത്ഥിയോട് പിന്നീട് കത്തയക്കാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. मैं देख रहा हूं एक छोटा बच्चा और कब से खड़ा है हाथ ऊपर करके। बेटे थक जाओगे, आप अपना चित्र मुझे दे दीजिए, पीछे अपना एड्रेस वगैरह लिख लीजिए, मैं आपको चिट्ठी लिखूंगा. മോനെ പേരെന്തായിരുന്നു? സിദ്ധാർത്ഥ്. പെട്ടെന്നായിരുന്നു, ആശ്ചര്യപ്പെട്ടു അല്ലേ? പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. പ്രധാനമന്ത്രി കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ ആ ചിത്രം? അതുകൊണ്ടാണോ കസേര കയറി ഉയർത്തി കാട്ടിയേ? എന്ത് തോന്നി പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞപ്പോ? സന്തോഷം തോന്നി. മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 6. ഈ ചിത്രം വരയ്ക്കാറുണ്ടോ മുമ്പ്? എന്നിട്ട് അതിൽ അഡ്രസ്സൊക്കെ എഴുതി കൊടുത്തു വിട്ടോ? പ്രധാനമന്ത്രി കത്തയക്കാന്നാ പറഞ്ഞേക്കണേ. കത്തയക്കുമ്പോ തിരിച്ചു മറുപടി കൊടുക്കുവോ? ആരുടെ ഒപ്പം വന്നേ? സംഭവം ഒട്ടും പ്രതീക്ഷയാണില്ല. ഇല്ല, ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷം ഒന്ന് പ്ലാൻ ചെയ്തു, അവന് വരയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അവൻ വരയ്ക്കുകയായിരുന്നു. 2 മണിക്കൂർ കൊണ്ട് വരയ്ക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ ചിത്രം ഉയർത്തിക്കാട്ടിയ കുട്ടിയെ പ്രധാനമന്ത്രി ശ്രദ്ധിച്ചതുപോലെ തന്നെ ഒരു പുസ്തകം ഉയർത്തിക്കാട്ടിയ ഒരാളെയും പ്രധാനമന്ത്രി ശ്രദ്ധിച്ചിരുന്നു. ആ പുസ്തകം വേദിയിലേക്ക് കൊണ്ടുവരാനും പറഞ്ഞിരുന്നു. ആ ആളാണ് മാതൃഭൂമി ന്യൂസിനൊപ്പം ഉള്ളത്. മാഡം, എന്താണ് പേര്? എൻ്റെ പേര് സുശീല കുമാരി. ആ പുസ്തകം എന്തായിരുന്നു? ആ പുസ്തകത്തിനകത്ത് ഒരു പ്രോജക്റ്റായിരുന്നു. പാവപ്പെട്ട കുട്ടികൾക്കും പാവപ്പെട്ട കലാകാരന്മാർക്കും പ്രയോജനപ്പെടുന്ന ഒരു പ്രോജക്റ്റായിരുന്നു. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇല്ലാത്തൊരു സംഭവമാണ്. ശ്രീ മൂകാംബിക പ്രോജക്റ്റാണ്. ഇതിലൂടെ സംഗീതം പഠിക്കാനും നാടകം പഠിക്കാനും സിനിമ പഠിക്കാനും ഹോം നേഴ്സിംഗ് വരെ പഠിക്കാനുള്ള സംവിധാനം ആരോഗ്യം കൂടി ഉൾപ്പെടുത്തി ആരോഗ്യ വകുപ്പിൽ ഇരുന്നതായതുകൊണ്ട് അതും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. നേരത്തെ ആരോഗ്യ വകുപ്പിലിരുന്ന് ഞാൻ റിട്ടയർ ചെയ്തതാണ്. ഇങ്ങനെ ഒരു ബുക്ക് നമ്മുടെ ഈ സദസ്സിൽ കൊണ്ടുവരാനുണ്ടായ സാഹചര്യം എന്താണ്? ഞാൻ 1 വർഷം കൊണ്ട് ഇത് കൊണ്ടു നടന്നിട്ട് രാജീവ് ചന്ദ്രശേഖർ സാറിൻ്റെ അടുത്ത് കൊടുത്തു. പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള ഒരുപാട് വ്യക്തികളുടെ കയ്യിലൊക്കെ ഞാൻ കൊടുത്തായിരുന്നു. അവരിത് കൊടുക്കുമായിരിക്കും. അപ്പം പ്രധാനമന്ത്രിക്ക് നേരിട്ടൊന്ന് കൊടുക്കണം എന്നുള്ള മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് രാവിലെ കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം ഞാനിത് ശ്രദ്ധിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി തയ്യാറാക്കിയ ഒരു പ്രോജക്റ്റ് അത് അദ്ദേഹത്തിന് പ്രധാനമന്ത്രിക്ക് നേരിട്ട് കൊടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടി എത്തി. ഇവിടെ വേദിയിലിരുന്ന് അത് ഉയർത്തിക്കാട്ടി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അത് വാങ്ങുകയും ചെയ്തു. വളരെ സന്തോഷത്തിലാണ്. ബിജു വി എസിനൊപ്പം ടി ശ്രീകൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.